ആലപ്പുഴയിൽ മഴയെ തുടർന്ന് എടത്തുവ തലവടി പഞ്ചായത്തുകളിൽ പമ്പയാറിൻ്റെ താഴ്ന്ന തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി. അപ്പർ കുട്ടനാടിൻ്റെ വിവിധ മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തമിഴ്നാട് കാരക്കോണത്ത് നിന്നുള്ള NDRF സംഘം ആ പ്രദേശത്ത് സന്ദർശനം നടത്തി. അതേസമയം ആലപ്പുഴയിൽ മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണപ്പെട്ടു. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, മഴ എങ്ങനെയാണ് ആലപ്പുഴയിൽ? എടത്തുവ തലവടി അടക്കമുള്ള പ്രദേശങ്ങളിൽ സാധാരണ എല്ലാ സമയത്തും മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്നതാണ്. അതിനപ്പുറത്തേക്ക് സീരിയസ് ആയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഷമ്മി, കാര്യമായ അത്ര സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമില്ല. പക്ഷേ എങ്കിലും പമ്പ അച്ചൻകോവിലാറിലൂടെ, അതായത് കിഴക്ക് മലയോര മേഖലയിൽ നിന്ന് പെയ്യുന്ന വെള്ളം കൃത്യമായിട്ട് കുട്ടനാട്ടിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അത് പമ്പ അച്ചൻകോവിലാറിലൂടെയാണ്. അതിൻ്റെ ഇരു കരകളിലും താമസിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാര്യം ഈ മേഖലകളിലൊക്കെ തന്നെ വെള്ളം നേരിയ തോതിൽ കയറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ NDRFിൻ്റെ സംഘം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്ന് സന്ദർശനം നടത്തി. കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം അവരുടെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കുന്നതിനാണ്. കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം നിലവിലില്ല. അതോടൊപ്പം തന്നെ വീടുകൾ നിരവധി നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദേശീയപാതയോരത്ത് മരം വീണ് 2 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. അതിൽ ഒരു പയ്യൻ ഇന്ന് പുലർച്ചയോടുകൂടി മരണപ്പെട്ടു. നൗഫൽ എന്നുള്ള പയ്യൻ, 21 വയസ്സുള്ള പയ്യനാണ് മരണപ്പെട്ടത്. ഇത്തരത്തിൽ ദുരന്തങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശക്തമായ മഴയും കാറ്റുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടത്. ശക്തമായ കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂര പറന്നു പോവുകയും വീടുകളിൽ മരങ്ങൾ വീഴുകയും അത്ഭുതകരമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നവരൊക്കെ തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ചിലർക്കൊക്കെ തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കിഴക്ക് നിന്നും ശക്തമായിട്ട് മലയോര മേഖലയിൽ നിന്നുള്ള വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതൊരു പരിധിവരെ കടലിലേക്ക് തോട്ടപ്പള്ളി വഴിയും മറ്റും ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അല്പം തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാം. പക്ഷേ എങ്കിലും കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്യാമ്പുകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഷമി. ഷാജഹാൻ, ഈ കുട്ടനാടിൻ്റെ പ്രദേശങ്ങളിലെ അവസ്ഥ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, അങ്ങനെ സാധാരണഗതിയിലുള്ള വാർത്തകൾ എങ്ങനെയാണ്? ഷമ്മി, കുട്ടനാട്ടിലെ ദേശീയപാത നമുക്കറിയാം. AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കാര്യമായ രീതിയിൽ പ്രതിസന്ധികളൊന്നുമില്ല. ഗതാഗതം പൂർണ്ണ രീതിയിൽ നടക്കുന്നു. പക്ഷേ ഉൾപ്രദേശങ്ങളിലൊക്കെ പോകുന്ന തായങ്കരി, മുത്രക്കരി, ആ മേഖലകളിലേക്ക് പോകുന്ന KSRTC ബസ്സുകളും മറ്റു വാഹനങ്ങൾക്കുമൊക്കെ തന്നെ മുട്ടാർ മേഖലകളിലൊക്കെ തന്നെ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. റോഡിലൊക്കെ തന്നെ വെള്ളം കയറിയ സ്ഥിതിവിശേഷമാണ്. കാര്യം താഴ്ന്ന പ്രദേശമാണ്. നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന പ്രദേശമാണ്. നേരിയ തോതിൽ മഴ പെയ്താൽ പോലും വെള്ളം കയറി നിൽക്കുന്ന പ്രദേശമാണ്. പക്ഷേ എങ്കിലും ഇത്ര ശക്തമായ മഴ പെയ്തിട്ടും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഗതാഗതം പൂർണ്ണ രീതിയിൽ നടക്കുന്നുണ്ട്. പുതിയ നവീന രീതിയിലുള്ള പാലങ്ങളോടുകൂടി പുനഃസ്ഥാപിച്ച് വരുന്ന ഏതാണ്ട് ഈ വർഷം അവസാനത്തോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം നടക്കാണ്ടിരിക്കുന്ന തീർച്ചയായിട്ടും AC റോഡ് വളരെ ശക്തമായ ആലപ്പുഴയിൽ മരം വീണ് യുവാവ് മരിച്ചിരിക്കുന്നു. ശക്തമായ മഴയിൽ